കൊച്ചി ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ എറണാകുളം കളക്ടറേറ്റിലെ ഹിയറിംഗ് അല്പസമയത്തിനകം തുടങ്ങും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസൻ നേതൃത്വത്തിലാണ് ഹിയറിംഗ്. ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരും മിഹർ അഹമ്മദിന്റെ മാതാപിതാക്കളും കളക്ടറേറ്റിലെത്തി. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, വായിച്ചാൽ തല മരച്ചു പോകുന്ന രീതിയിലുള്ള കൊടും ക്രൂരത ഈ മിഹർ ഇതിനു മുമ്പ് നേരിടേണ്ടി വന്നു എന്ന് ഈ പറയുന്ന എന്താണ് വാട്സാപ്പ് ചാറ്റ് അടക്കം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പുറത്തു വന്നതാണ്. വളരെ വിശദമായ ഒരു അന്വേഷണം, വളരെ വിശദമായൊരു ഒരു പരിശോധന ഈ യോഗത്തിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ അഭിനന്ദ്? ഹാഷ്മി, തീർച്ചയായിട്ടും 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കാനായിരുന്നു തീരുമാനിച്ചത്. ഇതിനുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഉടൻ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് കാക്കനാട് കളക്ടറേറ്റിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് നേരിട്ട് തന്നെ എത്തി ഇപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തൃപ്പൂണിത്തുറയിലെ 15-കാരൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷിതാക്കൾ ഈ കളക്ടറേറ്റിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തുവാൻ തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഗ്ലോബൽ സ്കൂളിലെ അധികൃതരും ഉണ്ട്. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ CBH സ്കൂളിന്റെ പ്രിൻസിപ്പൽ, ഒപ്പം തന്നെ വൈസ് പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ എന്നിവർ 3 പേരാണ് ഇപ്പോൾ ഗ്ലോബൽ സ്കൂളിലെ അധികൃതരായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരായിരിക്കും ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറുടെ മുന്നിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുക. ഒപ്പം ഈ രക്ഷിതാക്കളുടെ ഭാഗവും കേൾക്കും. അതിനുശേഷം സമഗ്രമായ ഒരു റിപ്പോർട്ടായിരിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് നൽകുക. എന്തായാലും ശക്തമായ നടപടി സ്കൂൾ അധികൃതർക്കെതിരെ ഉണ്ടാകും എന്നത് നേരത്തെ തന്നെ മന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്നു. കുട്ടി നേരത്തെ പഠിച്ച ജെംസ് പബ്ലിക് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെ സ്കൂൾ അധികൃതർ തന്നെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഇന്നലെ വിശദമായ മൊഴി ഈ മാതാപിതാക്കളുടെ രേഖപ്പെടുത്തിയിരുന്നു. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. അപ്പോൾ തന്നെ മാധ്യമങ്ങളോട് അവർക്ക് പ്രതികരിക്കാൻ തൽക്കാലം താല്പര്യമില്ല എന്നതായിരുന്നു അമ്മ വ്യക്തമാക്കിയത്. എന്തായാലും ഇതിനുശേഷം ഇപ്പോൾ അമ്മ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ മകൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട്, മിഹറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമ്മ ഇന്നലെ വേദനയടക്കം രേഖപ്പെടുത്തിയിരുന്നു. ആ കാര്യം എന്തായാലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മുൻപാകെ അമ്മ പറയും. എന്തായാലും അവരുടെ ന്യൂജൻ ഭാഷയിലുള്ള എന്തോ വിളിയാന്ന് തോന്നുന്നു, എന്തോ കളിയാക്കി വിളിയാന്ന് തോന്നുന്നു. ഇത് ട്രോൾ വീഡിയോ ആണ്. ഈ ട്രോൾ വീഡിയോ മിഹറിന്റെ മരണത്തിന് ശേഷം ഉണ്ടാക്കിയതാണ്. ഇത് മരണത്തിന് ശേഷം ഉണ്ടാക്കി ഈ കുട്ടികൾ ഇത് എവിടെ ഇട്ടുമെന്നാണ് ഈ അമ്മ പറയുന്നത്. എന്തൊരു ഇൻസെൻസിറ്റീവ് കുട്ടികളാണ് തോന്നിപ്പോകും, അല്ലെങ്കിൽ എന്ത് ക്രൂരന്മാരായ കുട്ടികളാണ് തോന്നിപ്പോകും അഭിനന്ദ് ഈ ട്രോൾ വീഡിയോ കാണുമ്പോൾ. ഹാഷ്മി, ഉറപ്പായിട്ടും ഇന്നലെ അമ്മയുടെ പ്രതികരണങ്ങളിൽ നിന്നും ഈ സമൂഹ മാധ്യമങ്ങളിൽ അമ്മ ഇന്നലെ വ്യക്തമാക്കിയതും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മുന്നിൽ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മകൻ ആത്മഹത്യയിലേക്ക് പോയത്. ഇത് സ്വാഭാവികമാണ് എന്ന് തോന്നിപ്പോവുകയാണെന്നാണ് അമ്മ ഇന്നലെ വ്യക്തമാക്കിയത്. ഇന്നലെ ഈ കുട്ടിയുടെ 26-ാം നിലയിൽ നിന്ന് ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്ന ആ ഒരു ദൃശ്യമടക്കം മറ്റൊരു രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ട്, പ്രതിപാദിപ്പിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പുറത്തിറക്കിയത്. ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നു. അമ്മ അങ്ങേയറ്റം വേദനയോട് കൂടിയുള്ള ഒരു ഇൻസ്റ്റാഗ്രാം കുറിപ്പായിരുന്നു ഇന്നലെ വ്യക്തമാക്കിയത്. സ്വാഭാവികമായ ഒരു നടപടി മാത്രമാണ് ഇങ്ങനെ ഇത്ര വലിയൊരു റാഗിംഗ് അല്ലെങ്കിൽ മാനസിക സംഘർഷം. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പരിശോധന നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ.